1% Fira Food Celebrity Kitchen Magic Season 3. Powered by Amradaveni KSP Bima Jewelers and Pankaja Kasturi Ortho Hair. Yes. തമ്മസിക്കൂല ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ അനീഷിനെ അപ്സരനെ അനീഷേട്ട മറ്റേ റോബോട്ട് ഇല്ല. ചേച്ചി, അതിന് പുതിയ version ഒക്കെ ഇട്ട് ഞാൻ. ഇനി music ഇട്ടാ ഇങ്ങനെ കളിച്ചല്ലേ ഞാൻ പിന്നെ അവന് വെറുതെ വിടുന്നതാണ് വിഷ്ണുവിനെ. പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. അതെ തന്നെ ഞങ്ങള് ഇവിടെ അപ്സരയ്ക്ക് പഠിപ്പിച്ചതാണ് ഈ സാധനം കണ്ട എങ്ങനെയാ പുഴുവൊക്കെ ചെയ്യും വേവ്സ് ഒക്കെ ചെയ്തോളെ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഞങ്ങള് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇങ്ങനെ നിങ്ങളുടെ സ്നേഹം കാരണം തലയുയർത്തി നടക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സത്യം. ഞങ്ങളുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 വളരെ വിപുലമായിട്ട് വളരെ എന്താ പറയുക എല്ലാവരുടെയും അരികിലേക്ക് എത്തുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അല്ലേ അപ്സര? എന്തുണ്ട് ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ട്? നല്ല സന്തോഷം അനീഷേട്ടാ. കാരണം നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു TV ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നല്ല റെസ്പോൺസ് കിട്ടുക. പിന്നെ അതുമാത്രമല്ല എല്ലാവരെ കുറിച്ചും പറയാനുണ്ട്. ഇപ്പൊ നമ്മളൊരു സീരിയൽ ചെയ്താലും വേറൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ നമ്മളെ കുറിച്ച് മാത്രമല്ലേ പറയുള്ളൂ. ഇത് ഓരോ ആൾക്കാരെ പറ്റി ഇങ്ങനെ നല്ല അഭിപ്രായം പറയാ, ഓരോരുത്തർ കുക്ക് ചെയ്തതിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. മാത്രമല്ല നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ 10 പേരും നമ്മളായി നിൽക്കുന്ന ഒരു വേദി കൂടിയാണ്. അതാ എല്ലാരും പറയാ. നമുക്ക് നമ്മളെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും അതിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അരികിലേക്ക് നമ്മളായി ചെല്ലാനും പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഇങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ഈ കളർ ഷോയെ അല്ലെങ്കിൽ ഈ വർണ്ണാഭമായ ഷോയെ കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ചോട്ടെ. ഗസ്റ്റ് ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. ഒരു കാലത്ത് റിയാലിറ്റി ഷോ നമ്മുടെ മലയാളികൾക്കിടയിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യാസമായി പാടിക്കൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചൊരു കലാകാരനാണ്. ഇപ്പോഴും അതേ സ്ഥാനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കലാകാരൻ. ചലച്ചിത്ര പിന്നണി ഗായകനാണ്. ഒരുപാട് നാടൻ പാട്ടുകൾ പാടാറുണ്ട്, ഡിവോഷണൽ സോങ്സ് പാടാറുണ്ട്. പിന്നെ അതിനേക്കാൾ ഒരു സന്തോഷം കൂടി ഉണ്ട്, ഞാൻ വന്നതിന് ശേഷം പറയാം. അപ്പോൾ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പ്രിയ കൂട്ടുകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സന്നിധാനന്ദൻ. സന്നിധാനന്ദൻ ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. വെൽക്കം ചേട്ടാ. ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ, പരിചിതരായ കൂട്ടുകാർ. ഞങ്ങൾക്കിപ്പോ അഭിമാനം കാന്താരയിൽ പാടി നിൽക്കുകയാണ്. ഒന്നല്ല 2 പാട്ടുകളാണ്. പടക്കം 2 പൊട്ടിച്ചു. പിന്നെ അല്ല പൊട്ടിക്കുമ്പോ അത് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു. പറയുമ്പോൾ അത് ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോഴും എനിക്ക് ആ കാന്താരയിൽ പാടിയതിൻ്റെയും അതുപോലെ അത് സിനിമയിൽ വന്നതിന് ശേഷം തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എൻ്റെ ശബ്ദം തന്നെ വേറൊരു തലത്തിൽ കേട്ടപ്പോൾ, അതായത് തിയേറ്ററിൽ എൻ്റെ ശബ്ദം മ്യൂട്ട് ചെയ്തിട്ട്, അതായത് ഓർക്കസ്ട്രകളെല്ലാം മ്യൂട്ട് ചെയ്ത് എൻ്റെ വോയിസ് മാത്രമായിട്ട് കേട്ടപ്പോൾ ആഹാ മനോഹരമായിട്ട് തോന്നി. ആദി തൊട്ടയുണ്ട് വാനം കുന്നുഭൂമി നീലക്കടലേ, ഏതൊരാൾക്കുമായി ദൈവം കരുണയോടെ തന്ന മുതലേ. ആദി തൊട്ടയുണ്ട് വാനം കുന്നുഭൂമി നീലക്കടലേ, ഏതൊരാൾക്കുമായി ദൈവം കരുണയോടെ തന്ന മുതലേ. ഓ കോട്ടമാളിക കെട്ടിമന്നിടം വാഴുന്തോരേ കാടുചൊൽകയായി ജാഗ്രത, കാട്ടുതീയല വാനത്തോളം എത്തിയോ ആരണച്ചിടാൻ പോരിടുന്നു കൈകള ലാലലാലലല്ലല ലാലാലലാലല. മാത്രമല്ല നമുക്ക് ലൈവായിട്ട് കേൾക്കാൻ. അതെ ഭയങ്കര വലിയൊരു സന്തോഷം. അതെ ഒരു പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഈ പാട്ടും ഉണ്ടാവില്ല, കാരണം വോയിസ് അവർ കേൾക്കണം, വോയിസ് ഇഷ്ടമാവണം, ആ സീനിന് മാച്ച് ആവണം. അത് കഴിഞ്ഞ് പാടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അപ്പം തന്നെ ഫോൺ വന്നു ഒന്നുകൂടെ തിരിച്ചു വരാൻ. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത് കറക്ഷനൊക്കെ ആയിരിക്കും. അവിടെ ചെന്നപ്പോഴും പറഞ്ഞ് ഒരു പാട്ട് കൂടി ഉണ്ട്. രണ്ട് പാട്ട്. പൊലിയേ പൊലിയരെ പൊലി പൂവേ പൂന്തുള്ളായ, പൊലിയേ പൊലിയരെ പൊലി പൂവേ പൂന്തുള്ളായ എന്ന് പറഞ്ഞു. അല്ല എന്തൊക്കെ തന്നെ ആയാലും ഇതൊക്കെ ഫോക്കാണെങ്കിലും എനർജിയൊക്കെ ആണെങ്കിലും ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ
നമുക്ക് മിങ്കളായി മടത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ എന്തു ചെയ്തു ഏതു ചെയ്തു മാമ്പഴ കുഞ്ഞോതേ. നമ്മുടെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും, കാരണം ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ കുറേ എപ്പിസോഡായിട്ട് ചെയ്ത ഒരേ ഒരു ചാനല് നമ്മുടെ അത് മണിച്ചേട്ടൻ്റെ പല ഓർമ്മകളെയും ഇപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് കൈരളി ചാനലിലൂടെ വന്ന മണിച്ചേട്ടൻ്റെ ആ പ്രോഗ്രാം. കാരണം മണിച്ചേട്ടൻ ആ കുഞ്ഞിനെയും മകളേനെയും മടിയിലിരുത്തിട്ട് പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ അച്ചപ്പം വയലപ്പം കൊട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ ആ പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ അച്ചപ്പം കൊള്ളപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ ആ പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ വട്ടേപ്പം വെള്ളപ്പം വട്ടേപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി അങ്ങനെ നമ്മുടെ എനർജി മാറിയത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോഴും എല്ലാ ദിവസവും ഒരു വാമപ്പുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ഗസ്റ്റ് വന്നാലും ആരും വന്നാലും നമ്മൾ കുറെ കഴിഞ്ഞ് നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ ഒന്ന് കത്താൻ ഒരു ശ്രമം നടത്തും. പക്ഷെ നമ്മൾ അറിയാതെ കത്തിയൊക്കെ നിൽക്കുകയായിരുന്നു. താങ്ക് യു, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് വേറെ ഇപ്പൊ കാന്താരയിൽ അത് മുങ്ങിയെന്ന് എനിക്കറിയില്ല. ഒരിക്കലും മുങ്ങില്ല, പൊന്തി വരും. എന്താണത്? അതായത് ഈ നവംബറിൽ ഈ വൃശ്ചിക മാസത്തില് ഞാൻ പ്രധാന വേഷം ചെയ്യുന്ന ഒരു സിനിമ വരുന്നുണ്ട്, ശ്രീ അയ്യപ്പൻ. അടിപൊളി. അതിനകത്ത് സണ്ണി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പാടി അഭിനയിച്ചിട്ടുണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയായിരുന്നു എന്റെ ഷൂട്ടൊക്കെ നടന്നത്. അപ്പൊ വലിയ സന്തോഷമുണ്ട്. എന്താ നമ്മുടെ മധുബാലകൃഷ്ണൻ ചേട്ടൻ പാട്ടിട്ടുണ്ട്, ഒരു 6-7 പാട്ടുകളുണ്ട് ആ സിനിമയിൽ. നല്ല മ്യൂസിക്കും നല്ല, കാരണം അത് വേറൊരു ചരിത്രമാവുമായിരിക്കും. കാരണം ചേട്ടൻ, ഞാൻ അതിന്റെ കുറച്ചൊക്കെ വീഡിയോസ് വിഷ്ണു എനിക്ക് കാണിച്ചു തരാണ്ടായി. വിഷ്ണു വെഞ്ഞാറോട് സംവിധാനം ചെയ്തിട്ട്, അതായത് ആദി മീഡിയ ശ്രീകുമാർ ഏട്ടനും പിന്നെ ഈ ഷായ് ചേട്ടനും അവരാണ് നിർമ്മിച്ചിരിക്കുന്ന സിനിമ. വിഷ്ണു വെഞ്ഞാറമൂടാണ് അതിൻ്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. റിയാസ് ഖാൻ അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. റിയാസ് ഖാൻ അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്, നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുധീർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്, കോട്ടയം രമേശ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ. നമുക്ക് നമ്മുടെ ശ്രീ അയ്യപ്പന് വേണ്ടി കൂടെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കണം സന്നിയുടെ സാന്നിധ്യം. ഞങ്ങളിങ്ങനെ സന്തോഷം. അപ്പൊ എല്ലാരും ഒരു വൃശ്ചികത്തിൽ ഞങ്ങളുടെ പടം വരുമ്പോൾ കാണണം. അഭിനയിച്ചിട്ടുണ്ട്. അത് വില്ലാളി വീര വീരമണി കണ്ട എങ്കൾ തുണை സ്വാമിയേ ഞങ്ങളുടെ സിനിമയിൽ പാട്ടാണ്. രണ്ടുപേർക്കും അതൊരു വലിയ വമ്പൻ ഹിറ്റായി മാറി. വലിയ സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഓക്കെ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni K. Safi Bima Jewellers and Pandita Kasturi Ortho Hair. ഇനി സന്നിയോട് വിശേഷങ്ങൾ ചോദിക്കാം. വേറെ വിശേഷങ്ങൾ? അനീഷേട്ടൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയ സന്തോഷം എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാട്ടിൽ മേക്കത്തിൽ ടെമ്പിൾ, കൊല്ലത്തുള്ള ടെമ്പിളിന്റെ ഒരു ആൽബം ചെയ്തായിരുന്നു. അപ്പൊ ആ ആൽബം ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത്. സന്നിധാനത്തിനാണ് ആ പാട്ട് പാടുന്നു പറഞ്ഞു. സോ എനിക്ക് ആൽബം ചെയ്യാൻ പറ്റി. ഒരു ഹെവി സോങ് ആയിരുന്നു. പൊന്മണിനാഥം ഓർമ്മയുണ്ടോ അത് സോങ്? കാട്ടിൽ മേക്കത്തിൽ ഓർമ്മയുണ്ട്. അത് കണ്ടിട്ടുണ്ട്. അറിയാം, പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ അങ്ങനെ അവന്റെ പാട്ടിന്റെ ഒരു എനിക്കറിയാം. ഞങ്ങൾ കുഞ്ഞുനാൾ യോധ സിനിമയിലൊക്കെ കണ്ടൊരു യോധ സിനിമ മുതലും അതിന് മുമ്പും പിന്നെ ഞങ്ങളുടെ സീരിയലും ഒക്കെ കണ്ട് എല്ലാവരും പരിചിത മുഖങ്ങളാണ്. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ, ഈ ഫ്ലോറിൽ വെച്ച് കാണാൻ പറ്റിയതിൽ സന്തോഷം. സണ്ണി വരുന്ന സമയത്ത് ഈ പള്ളിക്കെട്ട് പാടുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് വല്ലാത്തൊരു ഫീലാ അല്ലേ? പള്ളിക്കെട്ടെന്ന് അങ്ങനെയാണ് ഞാൻ ഈ സന്നിയെ നോക്കുന്നത്. സ്റ്റാർ സിംഗർ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ, ഒരുപാട് ഗായകരുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഈ സാധാരണ വ്യത്യാസമായ ഒരാൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അയാളുടെ കൗതുകം തോന്നും. അങ്ങനെ വ്യത്യാസമായി വന്ന ഒരാളാണ്. അപ്പൊ ഈ തന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയും, അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോസിലൂടെ അങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ തന്റെ കഥകൾ പറയുന്നത്, കാര്യങ്ങൾ പറയുന്നത് ഒക്കെ പറഞ്ഞുകൊണ്ട് തന്റെ അല്ലേ സമൂഹത്തിൽ നേരിട്ട കുറെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പങ്കുവെച്ചുകൊണ്ട് ഒരു കലാകാരൻ മുമ്പോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നല്ലോ. തന്നെ ആ പാട്ട് ഒന്ന് പാടോ? പള്ളിക്കെട്ട് സന്തോഷം. അത് ആ ഒരു 2007 എന്ന് പറഞ്ഞ ആ സംഗീത റിയാലിറ്റി ഷോ എൻ്റെ ജീവിതത്തിന് ഞാനൊരു പക്ഷേ ഈ ഫ്ലോറിൽ വന്നു നിന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനം ആ സംഗീതമാണ്. ആ ശബ്ദം എന്ന് പറയുന്നത് ഏതൊരാൾക്കും
ഒരു ഡാൻസ് കാലിന് വയ്യാത്ത ഒരാൾ അയാൾക്കൊരു വലിയൊരു നർത്തകനാവണം എന്ന് ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശബ്ദത്തിന് തകരാറുള്ള ഒരു മുച്ചിറിയുള്ള ഒരാൾ, കാരണം ഇന്നിപ്പോൾ ഞാൻ ഇത്തിരി കൂടെ സുന്ദരനാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാൾ, അപ്പോൾ അതിനേക്കാൾ അതായത് ക്ലഫ്റ്റ് ലിപ്പ് ഉണ്ടായിരുന്ന ഒരു കാലം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അമ്പലപ്പറമ്പിലിരുന്നിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രകൃതി രമണീയമായ ഒരു തയ്യൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. കുന്നുണ്ട്, പുഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ മരം മുറിക്കും, അവിടെ ചേട്ടന്മാരൊക്കെ മരം മുറിക്കുമ്പോൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ അവിടെ ഇരുന്ന് പാടും, പിന്നെ അമ്പലത്തിലിരുന്ന് പാടും. പക്ഷേ അപ്പോഴൊക്കെ ചിലരൊക്കെ തമാശയ്ക്ക് ചിരിക്കുന്നുണ്ടാവും, ചിലരൊക്കെ കളിയാക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആരൊക്കെ എവിടേക്കോ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു തിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാതെ പാട്ടുകാരനാവണം എന്നൊരു ചിന്ത വരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ഓർക്കും, ദൈവമേ, അല്ലെങ്കിൽ ഞാൻ ഒരു ആവാൻ പറ്റുമോ? പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഞാൻ നമ്മുടെ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലൂടെ നമ്മുടെ ക്ലെഫ്റ്റ് ലിപ്പ് കൂടിച്ചേരുന്നു, തൊണ്ടയിൽ ചെറുനാവ് ഒന്നായി മാറുന്നു. പിന്നെ ചെറിയൊരു ശസ്ത്രക്രിയ നടത്തുന്നു, ശബ്ദം ഇന്ന് ഉള്ളതിലേക്ക് എത്തുന്ന വേറൊരു ശബ്ദമായി മാറുന്നു, പാടാൻ കഴിയുന്നു. ഇരുമുടി താങ്ങി ഒരു മനതായി ഗുരുവിനതേ വണ്ടോ, ഇരുവിനെ തീർക്കും യമനെയും വെല്ലും തിരുവടിയെ കാണ വന്നോ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, അയ്യപ്പന്മാர்களுം കൂടിക്കൊണ്ട് അയ്യനെ നാടിൽ ചെന്നിടുവാർ, ശബരിമലയ്ക്ക് ചെന്നിടുവാർ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമി. എനിക്ക് സണ്ണിയുടെ വീഡിയോ എനിക്ക് അയച്ചു തരുന്നത് കുഞ്ഞുമോൾ കുറേ കാലം മുന്നേ. അപ്പോൾ എനിക്കിത് അയച്ചിട്ട് അയക്കുമ്പോൾ തന്നെ കരഞ്ഞോണ്ട് അയക്കുന്നത്. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു, വീരമണി സാറും ആ ഒരു ടൈമിൽ ഞാൻ കുട്ടിക്കാലത്ത് കേട്ട വീരമണി സാറിൻ്റെ പാട്ടിൻ്റെ അതേ ഫീൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആ ഒരു ഫീൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ സണ്ണിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പാട്ടാണ് ഏട്ടന് പരിചയപ്പെടുത്തിയ പാട്ടും അതിപ്പം പാടിയതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ നേരത്തെ ഉള്ള ഒരാളാണ് നേരിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു പാട്ട് അത്രയും ഹാർട്ട് ടച്ച്, അത്രയും ഇങ്ങനെ നമ്മുടെ എല്ലാവരും ഇങ്ങനെ കൊളുത്തി വലിക്കാനുള്ള ഒരു കഴിവ് ആ ശബ്ദത്തിനുണ്ടെന്നുള്ളതാണ്. സിനിമയിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് സിനിമയിൽ ഇതുപോലെ സ്വർണം എന്ന് പറഞ്ഞൊരു സിനിമയിൽ മോഹൻ സിതാര സാറിന്റെ അതിലൊരു ചന്ദ്രശേഖര നന്ദന കാരുണ്യത്താരം നീയേ സ്വാമി എന്ന് പറഞ്ഞ ഒരു 2 വരി പാട്ട് മോഹൻ സിതാര. അതിന് പിറ്റത്തെ ദിവസം അതിന് പിറ്റേ ദിവസം പുള്ളിമാൻ എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ്റെ പടം. സത്യം പറഞ്ഞാൽ മണിച്ചേട്ടനായിട്ടുള്ള ബന്ധം ഭയങ്കരമാണ്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ, 2ാമത്തെ സിനിമ, 3ാമത്തെ സിനിമ ഒക്കെ മണിച്ചേട്ടനാണ്. ആദ്യത്തെ സ്വർണം, പിന്നീട് ആണ് ശരിക്കും ഒരു മുഴുവൻ സോങ് ശരത് സാറിൻ്റെ പടത്തിൽ. അത് മണിച്ചേട്ടൻ്റെ വാക്ക് വെച്ച് തുടങ്ങുന്ന കളിയരങ്ങിലൊരു ചിരിയരങ്ങിലൊരു മണി മുഴങ്ങി, കളിയരങ്ങിലൊരു ചിരിയരങ്ങിലൊരു മണി മുഴങ്ങി, നാട്ടുകൂട്ട കാതിലേക്ക് 4 ദിക്കിൻ കണ്ണിലേക്ക്, കുറവനെത്തി കുറത്തിയെത്തി കൂത്താടി കൂട്ടവുമെത്തി. അതെ, ശരത് സാറിന്റെ കമ്പോസിങ് അറിയാലോ. അങ്ങനെ കുറെ ഗിമിക്സുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അങ്ങനെ ആക്കെ അറിയാമോ? കൊഞ്ഞനമുത്തല്ലോ പറഞ്ഞത്. കളിയരങ്ങിലൊരു ചിരിയരങ്ങിലൊരു മണി മുഴങ്ങി, സൗണ്ട് പോയി അപ്പൊ തന്നെ അടുത്ത ദീപൻ അത് കുറവിടുന്നല്ലേ കറക്റ്റ് ആയിട്ട് ഈ ചിരി കണ്ട കറക്റ്റ് ആയിട്ട് ഈ ചിരി കണ്ട എമിനിച്ച് ചെയ്യുന്ന പറയാം.
എവരൊക്കെ ഒരു ബിസ്ക്കറ്റ് വെച്ചു ആ ഒരു ബിസ്ക്കറ്റ് അപ്പച്ചി ഒരു ബിസ്ക്കറ്റ് നെറ്റി വെച്ച ഈ പാട്ട് പാടും. വേണ്ട എല്ലാരും കൊണ്ട് അല്ലല്ല നിങ്ങൾ നാലും ചിരിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് അത് ഭയങ്കര സൗന്ദര്യം. വേണ്ട ചേച്ചി സൂക്ഷിച്ചേ വെപ്പുവല്ല് തെറിക്കും. ഞാൻ മനസ്സിൽ പറയാൻ പോകുന്ന അപ്പോഴേക്കും എടുത്തു റെഡി നീ അത് പറയാ അടിപൊളി അടിപൊളി. അത് ദിവ്യ 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 അല്ല 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 ചേച്ചി അല്ല ദിവ്യ ആദ്യം വേണേ അതിനുശേഷം ലാസ്റ്റാണ് ഓഹോ അല്ല ഇല്ല ഇല്ല ആദ്യം ഇല്ല ആദ്യം ആദ്യം അല്ല അല്ല ക്രിസ് 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 ഭയങ്കര പാവമാണ് ആദ്യ ആദ്യ ഏഹേ രണ്ടെണ്ണം എന്തുവാടേ അപ്സര 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 പല്ല് കുഴപ്പമില്ല അപ്സു ആ എല്ലാരും ശ്രദ്ധിക്കണേ. റെഡി നമുക്ക് ടി എം സൗന്ദരരാജനോ അല്ലെങ്കിൽ വീരമണിയോ ഉണ്ടായിരുന്ന ഒരു കാലത്തെ ആ ഒരു സ്ട്രെങ്ത്തും ത്രോവും ആണ് സണ്ണിയുടെ പാട്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഹിന്ദിയിൽ ശൈലേന്ദ്ര സിംഗ് അങ്ങനെ ഒരു സിംഗർ അദ്ദേഹത്തിൻ്റെ അതേ ഒരു ഫീൽ ഉണ്ടായിരുന്നു കുറേ കാലം. ബേശക് മന്ദിർ മസ്ജിദ് തോടോ ബുല്ലേ ഷാ യേ കഹതാ पर प्यार भरा ये दिल न तोड़ो जिस दिल में ഇങ്ങനെ പാടി ആ ഫീൽ ബാക്കി വേർഡ്സ് അറിയില്ല. പക്ഷെ അസലായി പാടിട്ടോ. അല്ല ശൈലേന്ദ്ര സിംഗിന്റെ ഫീലാ കിട്ടുന്നത് എനിക്ക് ശരിക്കും ആ ഫീലാ കിട്ടുന്നത്. ശൈലേന്ദ്ര സിംഗ് ഇപ്പൊ തമിഴിൽ പാടി എങ്ങനെ ഇരിക്കുന്നു ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ശബ്ദമുള്ള ഒരാളാണ് ടി എം സൗന്ദരരാജൻ സാറിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്ത് പാട്ടുകൾ കമ്പോസ് ചെയ്ത് കൊടുത്തിരുന്ന MS വിശ്വനാഥൻ. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. സാധാരണ ഈ മെലോഡി സൈഡുള്ള അത്തരം പാട്ടുകൾ പാടാം. നമ്മളെത്തി കുറച്ച് ഞങ്ങള് അടിച്ച് പൊളിക്കാം. അങ്ങനെയൊന്നല്ല, എനിക്ക് അതാ പറ്റുന്നുള്ളൂ. എല്ലാം പറ്റും എല്ലാം പറ്റും. പക്ഷെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പം ഇടവഴിയിൽ ആദ്യം കണ്ടു ഇടയുന്നൊരു നോട്ടം കൊണ്ടു ഉടലാകെ ആനന്ദം കൊണ്ടു എൻ്റെ ഉടലാകെ ആനന്ദം കൊണ്ടു. അതാ പറഞ്ഞേ എല്ലാ ടൈപ്പും പാടും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കടിച്ചു പറിക്കാൻ വേണ്ട ഭക്ഷണമാകുമ്പോ എന്ന് പറഞ്ഞ പോലെ നമുക്കിങ്ങനെ എപ്പോഴും എല്ലാവരും അടിച്ചു പൊളിക്കണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അതാണ് ഞാൻ എൻ്റെ മ്യൂസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിനിമയിൽ എത്ര പാട്ടുകളായി ഇപ്പോ? ഏകദേശം ഒരു 40-40 എണ്ണൊക്കെ കഴിഞ്ഞു. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 Powered by Amrtaveni K. Safi Bima Jewelers and Pandit Kasturi Ortho Hair. മണിച്ചേട്ടൻ ഒരു പാട്ട് പാടും. ഉമ്പായി കുച്ചാണ്ട് പാണങ്കത്തണമ്മ വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ
ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ അച്ഛൻ വന്നില്ലേ അമ്മ അത്തായം വെന്തില്ലേ അത്തായം കുച്ചാണ്ട് പാണം കത്തണമ്മ കണ്ണെഴുതിയിട്ട് പൊട്ടു കുത്തിയിട്ട് പുള്ളി കുത്തിയിട്ട് ദൈവേ കണ്ണാടി ഉണ്ടോ നോക്കാം. വല്ലാത്തൊരു ഓർമ്മയാണ് ആ മനുഷ്യൻ. മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ 2 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരൻ എന്ന സിനിമ ഞാനായിരുന്നു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത്, വില്ലൻ. ഇൻകുലാബ് ചന്ദ്രൻ എന്നൊരു ക്യാരക്ടർ ശ്രീ പലക് ഡയറക്ടർ ചെയ്തു. കണ്ണൂരായിരുന്നു, പയ്യന്നൂരായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷനൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ മണിച്ചേട്ടൻ ഒരു വിഭവം ഉണ്ടാക്കി നമുക്ക് തരും കഴിക്കാൻ. എല്ലാ ദിവസവും രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ശേഷം എല്ലാ ദിവസവും 2 ദിവസം കൂടെ ഇരുന്നിട്ട് 3-ന്റെ നമ്മളെ കണ്ടിൽ തിരക്കി വരും. ദിലീപിനെ പറഞ്ഞങ്ങ് വിടും, നിങ്ങൾ വിളിച്ചോണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് പാട്ടും പാടി ബഹളവും വെച്ച് നമ്മളിങ്ങനെ ഇരിക്കും. പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ ഇടയ്ക്ക് ബ്രേക്ക് ടൈമിന് മണിച്ചേട്ടൻ്റെ ക്യാരവിൽ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു. എന്നിട്ട് പഴയ സിനിമകളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കണ്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഇതുപോലെ മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ബന്ധങ്ങൾ പറയാനുണ്ടാവും. പക്ഷെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതാണ് മലയാളിക്ക് ഇങ്ങനെ മണ്ണിൻ്റെ മണമുള്ള കലാകാരന്മാർ വലിയ ഇഷ്ടമാണ്. അത് നമ്മളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സന്നിയുടെ പാട്ടുകൾ പോലും നമുക്ക് അതാണ് ഇഷ്ടം. അല്ലേ, നമ്മുടെ സ്വന്തമാണ് അവരൊക്കെ. അതാണ് അല്ല, ഓരോ ദേശത്തിനും ഓരോ മഹിമയുണ്ടാവും. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിന് ഓർമ്മ വരും. ചാലക്കുടി എന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ. ചാലക്കുടി മാത്രമല്ല തന്നെ മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ മണിച്ചേട്ടൻ മണി മുടക്കം അവിടെ അല്ലേ, ലോകത്തിന്റെ അല്ലേ ഏത് കോണിൽ പോയാലും മണിച്ചേട്ടൻ. അല്ല, ആ ദേശത്തിന് നമ്മള് കുറച്ചുകൂടി അഭിമാനം. ഇപ്പൊ ചാലക്കുടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് മണിയിലേക്ക്. മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. സ്വദേശം, നാട്, അല്ല ഫാമിലി. അമ്മ, ഭാര്യ, 2 മക്കള്. അമ്മ സുഖമായിരിക്കുന്നു. മക്കള് ഒരാൾ 7ാം ക്ലാസ്സിൽ, ഒരാൾ 4ാം ക്ലാസ്സിൽ. മോന്റെ പേര് വേദസ്വാങ്കൻ, മോളുടെ പേര് നാദശങ്കരി. ഇല്ല, ഭാര്യ നന്നായി പഠിപ്പിക്കും. ടീച്ചറാണ്. കുട്ടികളാണോ നമ്മളെ പഠിപ്പിക്കും? പഠിക്കൊരു വഴിയായി. മക്കള് 2 പ്രാവശ്യം. തൃശ്ശൂരാണോ? തൃശ്ശൂര്. ആ സ്ലാങ് കണ്ടില്ലേ? അച്ഛനമ്മ അവരൊക്കെ എങ്ങനെയാ പാട്ട് പാടുന്നത്? അമ്മയും അച്ഛനും. അമ്മയൊക്കെ ഭയങ്കര വലിയ പാട്ടുകാരിയാണ്. അമ്മയുടെ പാട്ടിൽ നിന്നാണ്, അമ്മയുടെ ഭക്തിയും അമ്മയുടെ പാട്ടുമാണ്. എൻ്റെ ഒരു രൂപം തന്നെയാണ് അമ്മ, എൻ്റെ അതേ ഉയരം. ഞങ്ങളൊക്കെ സെയിമാണ്. അപ്പം അമ്മ നന്നായി പാടും. അമ്മ അടിപൊളിയാണ്. അമ്മയുടെ പാട്ടാണ്, അമ്മയുടെ പല വഴികളുമാണ് എന്നെ വഴി നടത്തിക്കുന്നത്. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് തങ്കമണി. ഒറ്റ മോനാണോ സണ്ണി? അല്ല, 2 പേര്. ചേച്ചിയുണ്ട്. അമ്മമാരാണ് നമുക്കൊക്കെ മിക്കവാറും അല്ലേ വഴി. എന്റെ അമ്മയും ഈ പറഞ്ഞ പോലെ പാട്ട് പാടുമായിരുന്നു. അതാണ് നമുക്ക് ഒരു അത്യാവശ്യം പാട്ടൊക്കെ പാടും. അമ്മയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന്, കാരണം ഞങ്ങൾ അമ്മ പാടത്ത് പണിക്കൊക്കെ പോകും. പാടത്ത് പണിക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇതിലും കുഞ്ഞായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു തൂക്കുപാത്രത്തിന്, കഞ്ഞി പാത്രത്തിന്. അപ്പോൾ അമ്മ എന്നെ, ചേച്ചി കത്തിയൊക്കെ ചുമക്കും, എന്നെ കത്തിയൊന്നും ചുമക്കില്ല. കാരണം ഒരു കറ്റ തലയിൽ വെച്ച് പിന്നെ എന്നെ കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൂരെ അമ്മയുടെ പാട്ട് ദൂരെ നിന്ന് കേൾക്കാം. അമ്മ ഞാറ് നടുമ്പോഴൊക്കെ അമ്മയുടെ തലയിലെ തോർത്ത് ഒരു പ്രത്യേകതയാണ്. അപ്പം അങ്ങ് മറ്റേ കണ്ടത്തിലാണ് അമ്മയുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് നടക്കും. അപ്പം അങ്ങോട്ട് നടക്കുമ്പോൾ ദൂരെ നിന്ന് അമ്മയുടെ പാട്ട്, ആറ്റുമാണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലർക്കാവിൽ കൂത്തൊല്ലാണേ ആറ്റുമാണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങുറക്കമായേ. ഇതിങ്ങനെ അമ്മ ഇങ്ങനെ പാടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാടുമ്പോഴാണ് നമ്മൾ പിന്നെ പാട്ടിലേക്ക് വരുന്നു. പാടാൻ കഴിയില്ല എന്ന് വിചാരിച്ച് എന്നെ കാലവും പ്രകൃതിയും കൂടെ പാടിപ്പിക്കുന്നു. അപ്പോൾ പല സ്റ്റുഡിയോയിലും ചെന്ന് പല മ്യൂസിക് ഡയറക്ടേഴ്സും ഫോക്ക് ടൈപ്പുള്ള പാട്ടുകൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ പാടാൻ കഴിയും. കാരണം എൻ്റെ അമ്മ നന്നായി പാടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പാട്ടാണ്. ഇപ്പം ആരിയം നെല്ലിൻ്റെ ഓലൊന്നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ്
അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം ഇക്കണ്ടം നട്ട് ഞാൻ കേറിയിടട്ടെ വാരിയെടുക്കാനും താരാട്ട് പാടാനും ഏറെ കൊതിയുണ്ട് പൊന്നുകട്ടെ. എന്നെ ഈ പാട്ടിലും കൂടെ വീഴ്ത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ സോങ് ആണ്. ഈ ഒരു പ- അല്ല, എനിക്ക് ഈ ഒരു പാട്ട് അല്ല, എനിക്ക് അങ്ങനെ പാടാൻ അറിയില്ല. അല്ലല്ല, കേക്കട്ടെ. വരി അറിയില്ല കേട്ടോ. ആരിയും നെല്ലിന്റെ ഓലൊന്നാടുമ്പോൾ ഇല്ല, പാടണ്ടായിരുന്നു. നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ആറ്റുമണൽ കൊത്തി താളത്തിൽ പാടണ് പാട്ടും കേട്ട് നീയുറങ്ങ്. താങ്ക് യുടാ. പാടിയൊരു പാട്ട് അതേ വേദിയിൽ തന്നെ ഒരാൾ പാടുന്നു പറഞ്ഞു, ഒത്തിരി സന്തോഷം. മിൽമ പ്രസന്റ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 Powered by Amrtaveni K. Safi Bima Jewelers and And Pankaj Pankaj Kasturi Kasturi Ortho Ortho Hair. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം സണ്ണി ഇന്ന് കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം, സന്തോഷം. അപ്പോ നമ്മുടെ അടുക്കള കാണാൻ വന്ന ഒരാൾക്ക് നമ്മൾ എന്താ ചെയ്ത് ശരി, നമ്മൾ എന്താ ഉണ്ടാക്കി കൊടുക്കുക? കൊടുക്കുക? ആരാ? അല്ലെ അടുക്കള കാണാൻ പോണ ഒരു ചടങ്ങുണ്ട്. അതെ അതെ അതെ. അങ്ങനെ വല്ലതും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി. സനീനെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഇവളാണ്. ആ, എനിക്ക് നമ്മളെല്ലാവരും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഭയങ്കര fan ആ. പാട്ടുകളെ കൂടെ കൊണ്ടു നടക്കുന്നവൾ ഇപ്പൊ ഇവളാണ്. അപ്പൊ ദിവ്യ ഒരു ഇത് ആ ഇഷ്ടത്തോടു കൂടി. അല്ലേ? ദിവ്യയും ക്രിസ്തു വാ, കൂടെ. സൂപ്പർ. ഉണ്ടാക്കാം. എന്നാ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? ശരി. നമ്മളിങ്ങനെ അടുക്കളയിലേക്ക് വന്നു. കാരണം നമ്മുടെ പ്രിയപ്പെട്ട സന്നിക്ക് ഒരു വിഭവം ചെയ്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് ദിവ്യയും ക്രിസ്തും. ദിവ്യയും ക്രിസ്തും. അപ്പോ എന്താ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോ? ഇന്ന് ബ്രെഡ് കൊണ്ടൊരു വട ഉണ്ടാക്കാം. ബ്രെഡ് വട. ബ്രെഡ് കൊണ്ട് വടയോ? ഓ നൈസ്. സന്നി സാധാരണ പാചകം പപ്പടമൊക്കെ കാച്ചു. തേങ്ങലോടും അല്ല, അത്യാവശ്യം വൈഫ് ഇല്ലാത്ത ദിവസം കുട്ടികൾക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ചോറൊക്കെ വയ്ക്കും. ചെറിയ എൻ്റെ രീതിയിൽ ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കാം. അതുപോലെ എന്റെ രീതിയിലാണോ ഇത് ബ്രെഡ് എങ്ങനെയാ ഉണ്ടാക്കാൻ പോകുന്നത്? ഏട്ടന്റെ രീതി. അതുണ്ടാക്കി തരാം. ഇതെന്ത് രീതിയാണ്? ഇത് ബ്രെഡ് വട ഉണ്ടാക്കാറുണ്ട്. നേരത്തെ ചെയ്തിരുന്ന ആ രീതിയിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. കടലമാവിന് പകരം കപ്പലണ്ടി യൂസ് ചെയ്യുന്നത്. ആ ടേസ്റ്റ് ആ കപ്പലിലാണ് ഇവിടെ ഇരുന്നത്. അത് മുഴുവൻ അപ്സര ഞാനിവിടെ തിന്ന് തീർത്തു. അത് ഉപ്പ് രസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പിന്നെ വേറെ കാര്യം, ക്രിസ്ജി ആയതുകൊണ്ട് ഉണ്ടാക്കുന്ന വിഭവം ഒക്കെ വളരെ നന്നായിരിക്കും. എന്തായാലും കേമായിരിക്കും. എന്തായാലും കേമായിരിക്കും. ഇക്കളി തട്ടിലിരിക്കാം പോരൂ ഇത്തിരി നേരമെന്തേ തെങ്ങിള നീരുതരാം ഞാൻ കുളിർ തെന്നലിൻ ചാമരം വീശാ. മുരുക മുരുക ജപം വേളാങ്കണ്ണി മാതാവേ. അല്ല, അപ്പോ പൊതുവെ വീരമണിയുടെ പാട്ടുകളൊക്കെ അല്ലെങ്കിൽ അക്കാലത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ കെ വി സുന്ദരമ്പാളുടെ പാട്ടിലൊക്കെ ഇങ്ങനെ പാടി ഇങ്ങനെ ആലാപനം കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോ മുരുക പഴം നീയപ്പ ജ്ഞാനപ്പഴം നീയപ്പ തമിഴ് ജ്ഞാനപ്പഴം നീയപ്പ. തൽക്കാലം ബ്രെഡ് നോക്കാം. ബ്രെഡ് മാറ്റി പഴമാക്കാം. ബ്രെഡ് വട നടക്കട്ടെ നമുക്കല്ലേ? അതെ, നമ്മള് തൽക്കാലം പോവാം. ചേട്ടനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. നല്ലതായിട്ട് കുക്ക് ചെയ്ത് നന്നായിട്ട് പാട്ടൊക്കെ പാടി എന്റർടൈൻ ചെയ്യിപ്പിച്ച് പാട്ട് പാടുന്ന കാര്യമായിട്ട്. പാട്ട് അവിടെ തന്നെ നിങ്ങൾ കുക്ക് ചെയ്താൽ മതി. ടേസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ ഒരു പറ്റ ആൾക്കാർ ഇങ്ങോട്ട് വരും. അപ്പൊ അതുവരെ നിങ്ങൾ പാട്ടും പാചകവും എൻജോയ് ചെയ്തോ. എല്ലാം ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇതെന്താ ഇതെന്താ സാധനം? ഇത് പിടിച്ചേക്കിയ ആ കൊള്ളാലോ. ഓമന ഉണ്ണീടെ നാവൂറ് പാടുന്നേ കളിക്കുന്നത്. ഇത് നല്ല സംഭവം കേട്ടോ. പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. അരിഞ്ഞു സവാള അരിഞ്ഞു അരിഞ്ഞതാ. പൊടി പൊടിയായിട്ട് അരിഞ്ഞു. ശരി, കൊള്ളാം.
ഞാൻ നേരത്തെ ശൈലേന്ദ്ര സിംഗിന്റെ കാര്യം പറഞ്ഞത്, അദ്ദേഹം പാടിയ പാട്ടില് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ട്. ഈ ബോബി സിനിമയിലൊക്കെ മഷായർ തോ നഹീ മഗർ ഹസീ जब से देखा मैंने तुझको मुझको शायरी आ गई. ആ ഫീലിംഗ്, അത് അദ്ദേഹത്തിൻ്റെ ആ വോയിസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പണ്ടത്തെ സിംഗേഴ്സിന് അവർ റേഞ്ച് വളരെ കൂടുതലും അവർ വളരെ ഹൈ ആയിട്ട് പാടുകയും ചെയ്യും, ഓപ്പൺ ത്രോട്ടിൽ പാടും. ഇപ്പം ആൾക്കാർ കള്ളത്തൊണ്ടയിൽ പാടുന്നത് വളരെ കൂടി. അല്ല, അന്ന് പാടുന്നത് ശരിക്കും കേൾക്കാമായിരുന്നു. അപ്പോൾ യാരിക്കാഹേ ഇത് യാരിക്കാഹേ இந்த மாளிகை வசந்த மாளிகை காதல் ஓவியம் கலைந்த மாளிகை யாருக்காக இது யாருக்காக. ഇതിലിപ്പോൾ എന്തൊക്കെ ചേർത്തേ? ബ്രെഡ് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളതിനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടു. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടു, അത് ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തൈരിട്ടു, 1 കപ്പ് തൈരിട്ടു. അതിൻ്റെ കൂടെ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടിയുടെ ഒന്ന് പൊടിച്ചത്, വറുത്ത കപ്പലണ്ടി പൊടിച്ചത്. അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, നമ്മൾ സാധാരണ വടയിൽ ചേർക്കണ പോലെ. എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് വടയുടെ മാവിൻ്റെ അതേ ലെവലെത്തും. ഹലോ, ഇവിടെ പാട്ട് അങ്ങോട്ട് പഠിപ്പിക്കണം, ഇങ്ങോട്ട്. അല്ല, ഞാനില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ കാണാൻ നമുക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. കുക്കിങ്ങിൽ ക്രിസ്തേട്ടൻ പിന്നെ വേറെ ലെവലാണ്, അതിന്റെ കൂടെ പാട്ടും. അതെ, സന്നിയും കൂടെ ചേരുമ്പോ പിന്നെ മാത്രല്ല കുക്കിങ്ങിനെ പറ്റി ധാരണയുണ്ട്. താങ്കളുടെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതെ, ഞാൻ പാടിയ പാട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ എനിക്കത് സന്നി ഇന്ന് ഇവിടെ വരുന്നപ്പോഴും ഭയങ്കര സന്തോഷം. അതാണ് കാരണം അത്രയും വർഷങ്ങളായി ആ പാട്ട്. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെയാണ് അത്. അതൊരു മണിനാഥം എന്നാണ് അതിന്റെ ഒരു ഫോക്ക് മൂഡ് പിടിച്ചിട്ടുള്ള ഒരു. അതെ, കാട്ടിൽ മേക്കതിൽ വാഴും അമ്മേ, കാട്ടിൽ മേക്കതിൽ വാഴും അമ്മേ, പൊന്മണിനാദം അമ്മേ പൊന്മണിനാദം, അമ്മേ അമ്മേ പൊന്മനവാസേ നിൻമണിനാദം, പൊന്മണിനാദം അമ്മേ പൊന്മണിനാദം, അമ്മേ അമ്മേ പൊന്മനവാസേ നിൻമണിനാദം, പൊന്മണിയുടെ നാദം അമ്മേ താനനനാനേ താനതനാനേ തനാനേ താനതനാനേ. അതേപോലെ ഒരു ഫോക്ക് മൂഡ് പിടിച്ചു. അതിലൊരു ലൈൻസ് ഉണ്ട്, ദാരികനെ നിഗ്രഹിച്ച ഭദ്രകാളിയേ, ദാരികനെ നിഗ്രഹിച്ച ഭദ്രകാളിയേ. അത് ആക്ച്വലി ആ ലൈൻസ് ചെയ്യുമ്പോ ഈ ചിലമ്പൊക്കെ കെട്ടി മറ്റേ വാളും മറ്റേ ഇതൊക്കെ കെട്ടി കച്ചൊക്കെ കെട്ടി. അന്ന് ഒരു 10 വർഷം മുമ്പാണ് അത്. അതെ, ഒരു ഭയങ്കര ക്രൗഡ് ഇട്ട് കാട്ടിൽ മേഖല മണിനാഥം എന്ന കേസറ്റില് ഏറ്റവും പ്രധാനപ്പെട്ട സോങ് സന്നി പാടിയ ഈ പാട്ടാണ്. നേരത്തെ ദേവദാരു അത് പാടിയായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ്, അത് നമുക്ക് ഒരു പാട്ടിലേക്ക് പോകുന്നു. പാടാം. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു പിടയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ, കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. മറ്റേ വരിയാണല്ലേ ദേവദാരു ദേവദാരു പൂത്ത കാലം നീ മറന്നുപോ, അന്ന് ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ, ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്ക് നഷ്ടസ്വർഗമോ, 1000 കിനാക്കളായി കുരുന്നുകൂടുന്നു മോഹം, തര 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 തര
സോങ് അതായത് 1000 കിനാക്കൾ ഇപ്പൊ ഞാൻ ചെയ്ത സീരിയലിൽ ഇപ്പൊ ഞങ്ങള് ഈ സോങ് അഭിനയിച്ചു. അടിപൊളി അടിപൊളി ഞാൻ ഭയങ്കര ഫാനാട്ടോ. Thank വളരെ you so ചെറുതായിരിക്കുന്ന much. സമയത്ത് റിയാലിറ്റി ഷോയിൽ ഭയങ്കര ഫാനായിരുന്ന ഒരാളാണ്. താങ്ക്സ് അപ്പൊ നമ്മള് പോകുന്നത് ഓക്കെ നടക്കട്ടെ. അത് കഴിക്കാൻ വേണ്ടി വരാം. കഴിക്കാൻ വേണ്ടി വരാം. വരും. അപ്പൊ all the best. ഉപ്പ് നോക്കിയേട്ടാ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni K. Safi Bima Jewelers and And Pankaj Pankaj Kasturi Kasturi Ortho Ortho Hair. എന്തായി കാര്യങ്ങൾ അവിടെ വട റെഡിയായോ? റെഡിയായോ ഇല്ലയോ? ഇല്ല 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 ഇവര് ഭയങ്കര നിങ്ങൾ slow ആ. പാട്ട് മാത്രമുള്ളൂ അല്ല മനസ്സിലാവുള്ളൂ പാട്ട് മാത്രം. ഇതല്ല, പാട്ടിന്റെ കൂടെ നമ്മൾ തയ്യാറാക്കുന്ന ഇനി എന്തായാലും ഇത് കുക്ക് ചെയ്ത് ആയി, കഴിച്ചിട്ട് നീ കഴിക്കല്ല. സണ്ണി എനിക്കൊരു പാട്ട് കേൾക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. മണിച്ചേട്ടൻ്റെ ബാലേട്ടൻ മോളല്ലടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ. ആ ബാലേട്ടൻ മോളല്ലടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ. നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ജലാടി. നറുനെല്ലിൻ മണമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചേലാടി. ബാലേട്ടൻ മോളല്ലടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ. നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവിടെ കുഴിയൊക്കെ കുത്തണ്ടേ എന്തിനാണാവാ. പോരായ്മ വരുമോ? പോരായ്മ വരും. സന്നിക്ക് നോൺ വെജ് ആണോ വെജ് ആണോ എനിക്ക് വെജാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ ഇഷ്ടം? എന്താണ് വെജിൽ ഏറ്റവും ഇഷ്ടം? വെജില് ഏറ്റവും ഇഷ്ടം ചോറും സാമ്പാറും. ചോറ് സാമ്പാറും. പിന്നെ കൊത്തമര ഉപ്പേരി. കൊത്തവര ഓക്കെ ഓക്കെ കുക്ക് ചെയ്യോ? ആ കുറച്ചൊക്കെ ഏകദേശം. അത്യാവശ്യം. ചേച്ചി കുക്ക് ചെയ്യും. ഞാൻ കുക്ക് ചെയ്യും. കാരണം ഞാൻ പണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ പ്രൊഫഷനിൽ 34 വർഷമായില്ലേ. എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ അങ്ങനെ അധികം ഗ്യാപ്പ് എടുത്തിട്ടില്ല. ടച്ചൂട് അങ്ങനെ പോയിക്കൂടെ. അപ്പം അമ്മയുണ്ട്, മൂത്ത സിസ്റ്റർ ഉണ്ട്. അപ്പം അവരൊക്കെ അങ്ങനെ അടുക്കള കയ്യേറി. പിന്നെ ഞാനും അമ്മയും കൂടി പോകുമ്പോൾ അവിടെ വേറെ സെർവൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചി മരിച്ചപ്പോൾ പിന്നെ അവസാനം അത് നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ ഏറ്റെടുക്കണം. ഞാൻ എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡിനും ഞാൻ ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ആ സെക്ഷനിലേക്ക് ഒരിക്കലും മെയ്ഡിനെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇന്ന് വരെ കുക്കിംഗ് ഫുൾ ഞാൻ ഇന്ന് വരെ എനിക്ക് വീട്ടിൽ കുക്കിങ്ങിന് മെയ്ഡേ ഇല്ല. കാരണം ഞാൻ രാവിലെ തുടങ്ങി അമ്മ ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ സ്വാദാണ് നമ്മുടെ നാവിൽ. നമ്മള് എന്റെ ഹസ്ബൻഡിന് ഭയങ്കര നിർബന്ധമാണ് അത്. മനുവിന്റെ അമ്മയും എന്റെ അമ്മയുടെയും ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പുള്ളിക്ക് ഭയങ്കര. അപ്പൊ അതുകൊണ്ട് വേറെ ആര് ചെയ്താൽ അങ്ങനെ എനിക്കും എന്തോ ഞാൻ ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കുക്ക് ചെയ്തിട്ട് എന്റെ ഹസ്ബൻഡും മോനൊക്കെ കഴിക്കുമ്പോ സന്തോഷമില്ലേ, അതെനിക്ക് ഭയങ്കര സന്തോഷം. അമ്മ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു പറയാനുണ്ടോ മോനെ. അത് നഷ്ടപ്പെടുമ്പോൾ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോ, കുഞ്ഞെന്നല്ല കോളേജിൽ പഠിക്കുമ്പോഴും സമയത്തൊക്കെ നമ്മൾ ഈ അമ്മമാരും ഇതൊക്കെ ഓരോന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യവും ഉള്ളിൽ. അതറിയണേ. ഞാനൊരു അമ്മയായി കഴിഞ്ഞപ്പോഴും എൻ്റെ മോനോട് ഞാൻ പറയും, കണ്ണാ നീ റിഗ്രറ്റ് ചെയ്യും ഇതൊക്കെ. നീ എൻ്റെയൊക്കെ പ്രായം വന്ന് നിനക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴാണ് അമ്മ പറയുന്നതിൻ്റെയൊക്കെ വിഷമം അല്ല എന്താണെന്നുള്ളത്. അച്ഛൻ അനുഭവിച്ച വേദന എന്താണെന്നും അച്ഛന്റെ പെയിൻ എന്താണെന്നും നമ്മൾ അറിയണമെങ്കിൽ 40 വയസ്സ് നമ്മൾ പിന്നിടണം. അപ്പോഴാണ് അച്ഛൻ എന്തുകൊണ്ടായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞപ്പോ നിശബ്ദനായിരുന്നത്. അതെ, കറക്റ്റാ. അതാണ് സത്യമാണ്. അത് കാലം നമ്മളെ പഠിപ്പിച്ചിരിക്കും. നമ്മള് പിന്നെ അമ്മമാരുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരാട്ടുപാട്ട് പോലും കേൾക്കാതെ ഒരു കുഞ്ഞും വളരുന്നില്ല. കാരണം അമ്മമാർ അത്ര വലിയ പാട്ടുകാരൊന്നുമല്ല. പക്ഷെ പാട്ട് ഞാൻ പാടില്ല, മരിച്ച പാട്ട് പാടില്ല എന്ന് പറഞ്ഞ ആള് വരെ കുഞ്ഞായി കഴിഞ്ഞ അല്ല, ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ വീട്ടില്. എൻ്റെ അപ്പച്ചൻ ഭയങ്കര കിടുക്കാച്ചിയായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര വില്ലാളി വീരനായിരുന്നു. ഇടി പിടി അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരുന്നു. കാരണം അപ്പച്ചനെ പേടിയായിരുന്നു, കിടിലായിരുന്നു എൻ്റെ ഫാദർ. പിന്നെ അപ്പച്ചനെ പേടിച്ചിട്ട് എന്നെ നാട്ടിലെ ചെക്കന്മാരൊന്നും എന്നെ വായി നോക്കില്ല. അച്ഛന്മാരുള്ള കാലം. അതെ, എന്നെയൊക്കെ പുള്ളിയുടെ വാറിൽ വെച്ചിട്ട് അടി, പിന്നെ മണലിട്ടിട്ട് അതിൽ മുട്ടിൽ നിർത്തുക, അങ്ങനെയൊക്കെ രാത്രി മുഴുവൻ നിൽക്കണം. അതെന്ന് വെച്ചാൽ അപ്പുറത്തെ പറമ്പിൽ കളിക്കാൻ പോയാൽ പോലും പുള്ളി, ഞങ്ങൾ പെൺകുട്ടികളല്ലേ, പുള്ളി പറഞ്ഞ സമയത്ത് ഞങ്ങൾ അപ്പുറത്തെ പറമ്പിൽ കളിക്കുകയാണെങ്കിൽ വന്ന അപ്പം തന്നെ ഇരുന്നോളാൻ പറയാം, നിന്നോളെ മുട്ടിൽ. പക്ഷേ സ്നേഹം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഉള്ളിൽ മുഴുവൻ, പക്ഷെ ഒരിക്കലും പുറത്ത്. എൻ്റെ അപ്പച്ചനെ ഞാൻ എൻ്റെ അപ്പച്ചാന്ന് വിളിച്ച ശരിക്കും മൊത്തത്തിൽ നോക്കി ഒരു 100 പ്രാവശ്യം പോലും ഉണ്ടാവില്ല എൻ്റെ അപ്പച്ചന്മാർക്ക്. അത്രയ്ക്കും പേടിയായിരുന്നു. പക്ഷേ എൻ്റെ സിസ്റ്റർക്ക് കുഞ്ഞുണ്ടായപ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ മൂത്ത സിസ്റ്റർക്ക് മോനുണ്ടായപ്പോഴേ ഉറങ്ങില്ല പുള്ളി. എന്നുവെച്ചാൽ ഈ കൊച്ച് അപ്പച്ചൻ താഴെ, മോള് മൂത്ത സിസ്റ്റർ മോളിലാണ് പ്രസവിച്ചു കിടക്കുന്നത്.
അപ്പൊ ഇങ്ങനെ അവള് കരയുണ്ടോ കൊച്ചു കരയണ്ട കൊച്ചു. കൊമ്പമീശ താനെ താഴ്ന്നു പോയി. അപ്പൊ ഞാൻ എന്റെ പ്രാർത്ഥന എന്തായിരുന്നു അറിയാമോ? ഈശ്വര, എനിക്ക് എന്റെ കൊച്ചു വേഗം ഉണ്ടായിട്ട് കല്യാണം കഴിഞ്ഞ് എന്റെ കുട്ടി ഉണ്ടായിട്ട് എന്റെ കുഞ്ഞിനെ എന്റെ അപ്പച്ചനെ ഒന്ന് താലോലിക്കണത് എനിക്ക് എന്ന് വെച്ചാൽ എന്നെ ഹഗ് ചെയ്തിട്ടോ അടുത്ത് പിടിച്ച് ഒന്നും നിർത്തില്ല. പക്ഷെ ഉള്ളിൽ മുഴുവൻ ആ സ്നേഹം ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞ് വേഗം ദൈവമേ എനിക്ക്. പക്ഷെ ഞാൻ ഫസ്റ്റ് കൺസീവ് ആയപ്പോഴും അപ്പച്ചൻ ആക്സിഡന്റിൽ മരിക്കുന്നത്. അങ്ങനെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ എന്നാലും ഒപ്പം കൂടെ ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ബ്ലെസ്സിംഗ് ആണ്. അവരുടെ ബ്ലെസ്സിംഗ് ആണ് നമ്മളെ വഴി നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ വേഗേ ശരി. ആയിക്കോട്ടെ, ആയിട്ട് വിളിക്കട്ടോ. ഞങ്ങളൊരു വരവുണ്ട് എല്ലാവരും. വേഗാവട്ടെ, മണം അടിക്കാൻ തുടങ്ങി. കൊടര 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 കൊടര. നമ്മുടെ സ്വന്തം നവാസ്ക. ഹലോ ഹലോ. എണ്ണ തളിച്ചോണ്ടിരിക്കുന്നു. എവിടെ വരെ ആയി? എന്നിട്ട് എണ്ണ തളിച്ചോണ്ടിരിക്കുന്നു. കുഴി ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കുന്നു. കുഴി കുഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക വട കഴിക്കാൻ. എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ പാട്ടൊക്കെ പാടിയോ? വേറെ കുറച്ച് പാട്ട് പാടി. കുറച്ച് പാട്ട് പാടി. പാടിയോ? ഭയങ്കര നമുക്കൊരു പാട്ട് പാടി തരൂ. ആ, ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടളക്കണ കൊച്ചേട്ടാ, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് വേവൂല, ഈ കലത്തില് വേവൂല. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടളക്കണ കൊച്ചേട്ടാ, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് വേവൂല, ഈ കലത്തില് വേവണം. അയ്യോ, വേണം. അത് കഴിച്ചാൽ നമുക്ക് ചിലപ്പം പണി കിട്ടും. അപ്പോൾ നമ്മൾ ബ്രെഡ് ആദ്യം അരിഞ്ഞൊക്കെ മാറ്റി സൈഡൊക്കെ അരിഞ്ഞ് മാറ്റി കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് തൈര്, അരക്കപ്പ് തൈരുണ്ട്, പച്ചമുളകുണ്ട്, സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് വീർക്കാനുള്ളൊരു അവസരം ഈ ബേക്കിംഗ് സോഡ എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? അതിനകത്ത് എയറേറ്റ് ചെയ്യാൻ, വടക്കകത്ത് നമുക്ക് സോഫ്റ്റ് ആയിരിക്കട്ടെ. ബ്രെഡ് നനഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോകും. അപ്പൊ ഇത് വീർക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പോ ഇത് കണ്ടതുകൊണ്ട്, ഇത് ശീലിച്ചതുകൊണ്ട് ഞാനിത് വീട്ടിൽ പോയി ഉണ്ടാക്കും. അതെ, ഞാൻ കുറവാണ്. നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു സാധനം, കേൾക്കാത്തൊരു സാധനം ബ്രെഡ് വെച്ചിട്ട് വേണം. ഇത് ഒരു ഇതും കൂടെ പറയാം. നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് തണുത്തു പോകും. എണ്ണ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ വേവില്ല. അപ്പം നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടില്ല. ഈ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത്. 2 സ്പൂൺ അരിപ്പൊടിയും അകത്ത് കപ്പലണ്ടിയും ചേർക്കുന്നത്. അപ്പോൾ എന്താവും, ആ ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2-3 വട നമ്മൾ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കൂടുതലിട്ട് കഴിഞ്ഞാൽ ഒന്നിൽ കരിഞ്ഞു പോവും, അല്ലാന്നുണ്ടെങ്കിൽ വേവില്ല. ഉഴുന്നുവടയ്ക്കുള്ള ഏറ്റവും ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പരുവത്തിന് വറുത്തെടുക്കുക. അല്ല, നമ്മൾ ഉഴുന്ന് വെള്ളമില്ലാതെ അരയ്ക്കണം. അതെ, കട്ടിക്ക് അരച്ചെടുക്കണ്ടേ. അപ്പൊ അങ്ങനെ അരച്ചെടുക്കാൻ നമുക്ക് ഇച്ചിരി പാടാണ്. അപ്പൊ അതിന് ഏറ്റവും ഈസി നമുക്ക് ബ്രെഡിങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ഭക്ഷണം മേശപ്പുറത്ത് വരുമ്പോൾ നമുക്കത് കഴിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയും ബുദ്ധിമുട്ടും ഇതും ഒരു കലയാണല്ലോ. ഉറപ്പായിട്ടും വലിയ കലയാണ്. അതെ, നമ്മളെല്ലാം ജീവിക്കുന്ന ഭക്ഷണം സമയത്ത് കഴിക്കാനല്ലേ, ആഹാരം നല്ല രുചിയോടെ. അതൊരു വലിയ കലയാണ്. ഒരു കാര്യം ചോദിച്ചു, ഈ പഴയ പാട്ടുകളൊക്കെ പാടാൻ അറിയാമല്ലോ. ഞാൻ ഒരു പാട്ട് പറഞ്ഞ അറിയുമെങ്കിൽ ഒന്ന് പാടാം. അതിന്റെ റീസൺ ഞാൻ പറയാം. ആത്മവിദ്യാലയം ഒരു 2 വരി പാടാവോ? തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, ഓ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, വിലപിടിയാത്തൊരു തലയോടായി ആത്മവിദ്യാലയമേ അവനീ ആത്മവിദ്യാലയമേ. ഞാനിത് പാടാൻ പറഞ്ഞ കാരണം പാടിയപ്പോ എന്തിനാ കണ്ണു നിറഞ്ഞത്? അല്ല, ഞാൻ ആദ്യമായിട്ട്
കേൾക്കുന്നൊരു മലയാളം പാട്ടാണ്. എൻ്റെ അച്ഛൻ പാടി ഉറക്കുമായിരുന്നു തന്നെ ഈ പാട്ട്. അച്ഛൻ നന്നായിട്ട് പാടും. ഞങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു സംഗീത സദസ്സുണ്ട്. ഒരു വല്ലാത്തൊരു പാട്ടാ, ഫിലോസഫി. ഞാൻ ആദ്യമായി കേൾക്കുന്ന, എൻ്റെ അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്ന് ആദ്യമായി കേൾക്കുന്ന പാട്ടായത്. ഇത് കേട്ട് 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 വളർന്ന ഒരാളാണ്. ഈ പാട്ട് മാത്രം. മലയാളം എനിക്ക് തോന്നുന്നില്ല. അവിടെ പറ്റി ഇംഗ്ലീഷ് വേറെ, ഹിന്ദി സോങ്സ്, ഗസൽസ് ഒക്കെ പാടും നന്നായിട്ട്. പക്ഷേ ഈ മലയാളം പാട്ട്, ഈ ആത്മവിദ്യാലയമേ എപ്പോഴും ഇങ്ങനെ, അത് ഭയങ്കര നൊസ്റ്റു എനിക്ക് ആ പാട്ട്. വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ പടയുടെ മണോടിച്ചെത്തിയതാട്ടോ. പടയുടെ മണോടിച്ചെത്തിയല്ലേ. കുറച്ചുകൂടെ ആവാണ്ട്. ഹായ്, ഒരു 4 ജണം കൂടെ അങ്ങോട്ട് എടുത്തിടുക. കഴിഞ്ഞു ഇപ്പൊ കഴിയും. പേരാറ്റിൻകരയിൽ ചെന്ന് പേരെന്തെന്ന് ചോദിച്ചപ്പോ പേരയ്ക്ക 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 എന്നു പറഞ്ഞോളെ. പേരാറ്റിൻകരയിൽ ചെന്ന് പേരെന്തെന്ന് ചോദിച്ചപ്പോ പേരയ്ക്ക പേരയ്ക്ക എന്ന് പറഞ്ഞോളെ. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഭാഗമായിട്ട് ഇന്ന് അല്ലേ സന്നിയെ എത്തിയപ്പോ നമുക്ക് ഭയങ്കര എനർജിയായി. നമ്മൾ ഓൾറെഡി 10 പേര് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ അടിച്ചു വിളിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ അത്ഭുതപ്പെടുന്ന തരത്തില് ഞങ്ങൾ ഭയങ്കര വൈബിലേക്ക് ഞങ്ങളുടെ ഒരു കുഞ്ഞു സമ്മാനമാണ് ബ്രെഡ് വട. അത് സ്നേഹത്തോടെ കഴിച്ചിട്ട് സ്വീകരിച്ചാലും എന്നിട്ട് നല്ലൊരു അഭിപ്രായം. നല്ല ഷേപ്പുള്ള എടുത്തു. സണ്ണി എല്ലാരും കഴിച്ചിട്ട് കഴിക്കാതെ നല്ല ടേസ്റ്റ്. ഏതായാലും വലിയ സന്തോഷം. നമ്മള് ഇന്നിപ്പോ യാത്ര പറഞ്ഞു പോകേണ്ട സമയമായി. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE ഭീമ ജ്വല്ലേഴ്സ് ആൻഡ് പങ്കജ കസ്തൂരി ഓർത്തോ ഹെൽത്ത്. അപ്പോ അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ. Crockery partner Minolta, easy and healthy cooking. Anish Ravis costumes sponsored by Swayamvara Silks. കേരളത്തിലുടനീളം